ഇതേ ഗവൺമെന്റ് തന്നെയാണ് മോഹൻലാലിനെ സർക്കാരിന്റെ മുഖമാക്കി വെച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ ഇതേ പോലീസാണ് മോഹൻലാലിനെ എസ്കോർട്ട് പോകുന്നത്. മോഹൻലാൽ സർക്കാരിന്റെയോ ഈ പൊതുസമൂഹത്തിന്റെ ഒരു പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹം ചെയ്ത കുറ്റം അനുസരിച്ച് അയാൾ എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടതാണ്? ആനയെ കൊന്നിട്ടാണ് കൊമ്പെടുക്കുന്നത്, പുലിയെ കൊന്നിട്ടല്ല നഖം എടുക്കുന്നത്. അപ്പൊ എത്ര വർഷമാണ് മോഹൻലാൽ ജയിലിൽ കിടക്കേണ്ടത്? അയാൾ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടോ? അയാൾ ഈ പോലീസിന്റെ എസ്കോർട്ട് ഇപ്പോൾ അയാൾക്ക് കിട്ടുന്നില്ലേ? എല്ലാ സൗകര്യവും അനുഭവിക്കുന്നില്ലേ? അത് സർക്കാരിന്റെ മുഖമല്ലേ? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അയാൾ സർക്കാരിന്റെ മുഖമാണ്. ഇവിടുത്തെ സിനിമ നടീ നടന്മാരാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ അച്ചീവ് ചെയ്ത് അവരെ പിടിച്ച് അവരെ ഒതുക്കുക എന്നുള്ളത് ഇത് ഇപ്പോഴത്തെ പോലീസിലെ ഒരു വിഭാഗം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വേറൊരു മുഖമാണ്. അത് നിങ്ങൾ അതിനെ അംഗീകരിച്ചേ പറ്റൂ. അത് നന്നായിട്ട് ഞങ്ങൾക്കും അറിയാം. ഗണേഷ് കുമാർ മോഹൻലാലിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെയും ഇവിടുത്തെ സ്റ്റേറ്റിന്റെയും പുതിയൊരു ഉത്തരവ് ഇറക്കി കൊടുത്തു. അതായത് മോഹൻലാലിന് 5 ആനക്കൊമ്പ് കൈവശം വയ്ക്കാണ്. ഗണേഷ് കുമാറിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഗണേഷ് കുമാറെ, താങ്കൾക്ക് വേടന് ഒരു പുലിതകത്തിന്റെ മാല കഴുത്തിലിടാന്ന് പറഞ്ഞ് താങ്കൾക്ക് അത് അനുവദിച്ച് ഒരു ഓർഡർ അതുപോലെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റുമോ? നിങ്ങളത് ചെയ്യില്ല. അതാണ് പറയുന്നത് ഇവിടെ ജാതിയുടെ പ്രിവിലേജ്, ആശയങ്ങളുടെ പ്രിവിലേജ്, വേടൻ പറയുന്നതിന്റെ പ്രിവിലേജ്. വേടൻ വെജിറ്റേറിയൻ അല്ല.